അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല സ്ഥലമുണ്ട് ബാക്കിൽ പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ. നല്ല വെള്ളമുള്ള കിണറാണ്. പിന്നെ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ ഏരിയയാണ്. അപ്പോൾ ആ വീടിന് ചോദിക്കുന്ന വില. വിഷ്വൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജയ് തോമസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ്. അപ്പോൾ രണ്ട് അടിപൊളി വീടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ട് വീട് 5 സെന്റിലാണ്, 1750 സ്ക്വയർ ഫീറ്റ് ആണ് വീടുകൾ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ ഏരിയയാണ്. പിന്നെ ഇടവക വരികയാണെന്നുണ്ടെങ്കിൽ ഒല്ലൂർ മാലാകപ്പള്ളിയാണ് ഇടവക വരിക. അത് നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഒല്ലൂർ ഭാഗത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ ഏത് ഇടവക വരിക, മാലാകപ്പള്ളി ഇടവകയാണോ വരികയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വില തൊട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് ഈ പുറത്തുനിന്നുള്ള വ്യൂ തന്നെയുള്ളൂ. നമ്മുടെ പിന്നിലത്തെ വീടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് രണ്ട് വീടുകൾ. അപ്പോൾ ഈ വീട്ടിലെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. ബാക്കിലത്തെ ഈ ഒരു വീട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി കാണാം. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ്. ഫുള്ള് ബോക്സ് വർക്കുകൾ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. കളർ ടോണുകളായാലും ടൈലിൻ്റെ വർക്കായാലും ഒക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വീട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ പണിക്കാർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗം കയറി ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ വീട് ഫുൾ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ടുള്ള വഴി ഒക്കെ കട്ട വിരിച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണെങ്കിലും അതിലെ ഗേറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. താഴെ കട്ട വിരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് മാത്രമാണ് ഈ ബാക്കിയുള്ളത്. പിന്നെ വീടിൻ്റെ ഡിസൈനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പം നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ഡബിൾ ഡോറാണ്, തേക്കിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ലിവിംഗ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഫ്രണ്ടിലേക്ക് ഒരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെ 2 കള്ളി വിൻഡോ, അതുപോലെ ഈ ഒരു ഭാഗത്ത് 2 കള്ളി വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് ലിവിംഗ് ഏരിയയിൽ. ഈ ഒരു വാളിൽ നമുക്ക് വേണമെങ്കിൽ TV യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ്. അപ്പം നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം. ഡൈനിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ കിച്ചണിലേക്കുള്ളൊരു ഡോർ വരുന്നുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ്. ഡൈനിങ്ങിൽ ഒരു ചെറിയ ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക്, അതായത് സിറ്റ് ഔട്ടിലേക്ക് ഒരു 3 കള്ളി ഫുൾ ഹൈറ്റ് വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമുകൾക്ക് നല്ല സൈസ് ഉണ്ട്. 14-10 ബെഡ്റൂമുകളുടെ സൈസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 കള്ളി വിൻഡോ, ഇവിടെ ഫ്രണ്ടിലേക്ക് ഒരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. പിന്നെ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ താഴത്തെ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോവാം. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണ് നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ്. കബോർഡുകളുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമുണ്ട് കിച്ചണിലേക്ക്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല സ്ഥലമുണ്ട് ബാക്കിൽ പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ. അവിടെയാണ് കിണർ വരുന്നത്. കിണറൊന്ന് നോക്കാം. നല്ല വെള്ളമുള്ള കിണറാണ്. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ ഒരുവിധം കണ്ടു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പറിലേക്ക് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറ്. ഇവിടെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത്. അപ്പോൾ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട പോലെ ഈ ഒരു സൈഡിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ആയിട്ട് 3 കള്ളി വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ആയിട്ട് 3 കള്ളി വിൻഡോസ് വരുന്നുണ്ട്. കബോർഡിന്റെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ബാൽക്കണി വരുന്നത്. നല്ല സൗകര്യമുള്ള ബാൽക്കണിയാണ്. അപ്പോൾ നല്ല സ്റ്റീലും ഗ്ലാസും കൂടിയുള്ള അടിപൊളി ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാൽക്കണിയിൽ. ഇതാണ് നമ്മുടെ മറ്റേ വീട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീട്. കുറച്ച് വർക്ക് കൂടി ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മളവിടെ കയറി ഷൂട്ട് ചെയ്യാത്തത്. പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ഒല്ലൂരാണ് നിൽക്കുന്നത്. കോർപ്പറേഷൻ ഏരിയയാണ്. അപ്പോൾ ഒല്ലൂര് മാലാകപ്പള്ളി ഇടവകയാണ്. നമ്മളോട് പലരും ചോദിക്കാറുള്ളതാണ് ഒല്ലൂർ ഭാഗത്ത് വീടുകൾ പറയുമ്പോൾ ഇടവക ഒല്ലൂർ മാലാകപ്പള്ളിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ രണ്ട് വീടും 5 സെന്റിലാണ്. 1750 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് രണ്ട് വീടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്ത വീട്, അതായത് ഇത് രണ്ടാമത്തെ വീടാണ്. ഇതിന് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യത്തെ വീട്, അതിന്റെ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല, പണിക്കാർ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ആ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീടുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.